ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ ദീപാവലി ആശംസകൾ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ്. പഴം കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ്. ഈ സ്വീറ്റ് ബനാന ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഴം കൊണ്ട് വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല 2 പഴുത്ത നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 4ആയി പിളർന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കിയിട്ട് വേണം എടുക്കാൻ. നല്ല പഴുത്തതാകുമ്പോഴേക്കും പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. നേന്ത്രപ്പഴത്തിന് മാത്രമേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ കിട്ടുള്ളൂ. നമുക്ക് എത്രത്തോളം ഈ പലഹാരം വേണോ അതിനനുസരിച്ചിട്ട് വേണം പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ. ഞാനിപ്പോൾ ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ പഴം നന്നായി വഴന്ന് ലൈറ്റായി കളറൊക്കെ മാറി തുടങ്ങുന്നതുവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പഴമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ പഴത്തിൻ്റെ കളറൊക്കെ നല്ല ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കണം. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. പഴമെല്ലാം നന്നായി കുഴഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഒരു രീതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ റവയാണ്. റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കയ്യിലേക്ക് പിടിക്കേണ്ട രീതിക്കൊന്ന് ചൂടാറിയാൽ മതി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പഴമൊക്കെ നന്നായി ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചിരട്ടത്തവിയാണ് ഉടച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ പഴമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചൂടൊക്കെ ചെറുതായി ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. 2 നേന്ത്രപ്പഴം കൊണ്ട് ഞാൻ 8 ബോൾസാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെങ്കിൽ ബോൾസ് ചെറുതാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ എല്ലാ ബോൾസും ഒന്ന് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ബനാന ലഡു റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്വീറ്റ് ബനാന ലഡു ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.